ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എല്ലാവർക്കും ഓക്കെ ആയിരുന്നു? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഹസ്ന? ഓക്കെ. ആ, ഓക്കെ. എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്? ഓക്കെ. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണ്? ഓക്കെ. പോളിമോർഫിസത്തിന്റെ രണ്ട് എക്സാമ്പിൾ എന്തൊക്കെയാ? പോളിമോർഫിസത്തിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ട് ടൈപ്പ് എന്നും പറയും. ഓക്കെ. ഒരു ഇന്റർവ്യൂ ബോർഡിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പോളിമോർഫിസത്തിന്റെ രണ്ട് എക്സാമ്പിൾ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ടതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ ലൈബ്രറീസിനെ കുറിച്ചിട്ടാണ്. ലൈബ്രറീസ് എന്ന് പറയുമ്പോഴത്തേക്കും കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് ഫങ്ഷൻസ് ആയിരിക്കും. അതായത് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊഡ്യൂൾസിൽ. അതിന്റെ എല്ലാം കളക്ഷനാണ് നമ്മൾ പൈത്തൺ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഓക്കെ. എല്ലാ ഫങ്ഷൻസും ഫങ്ഷൻ ആയിട്ടും ക്ലാസ് ആയിട്ടും മൊഡ്യൂൾസ് ആയിട്ടൊക്കെയാണ് ഈ ലൈബ്രറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ മെത്തേഡ്സും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു മെത്തേഡ് എടുത്ത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂൾ എടുത്ത് യൂസ് ചെയ്യും. അപ്പൊ അതുപോലുള്ള ഒരു പൈത്തന്റെ ലൈബ്രറിയിലെ ഒരു മൊഡ്യൂളാണ് മാത്ത് മൊഡ്യൂൾ. അതിൽ നമുക്ക് ആവശ്യമായ മാത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ മാത്ത് മൊഡ്യൂളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാത്ത് മൊഡ്യൂൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതിൽ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഈ മാത്ത് മൊഡ്യൂളിലെ ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. SQRT ആ പേരിൽ തന്നെയുണ്ട്. SQRT എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ആണ്. അതായത് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്ത് മൊഡ്യൂൾ യൂസ് ചെയ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇക്വേഷൻസ് കൊടുക്കും റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇക്വേഷൻസിന്റെയോ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്ത് മൊഡ്യൂളിൽ. SQRT എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓൾറെഡി മാത്ത് മൊഡ്യൂളിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ എടുത്ത് യൂസ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഏത് നമ്പറിന്റെ ആണോ സ്ക്വയർ റൂട്ട് ചോദിക്കുന്നത് ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഇപ്പം എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഞാനിപ്പോ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. ഞാനിപ്പോ ഒരു വേരിയബിൾ എടുത്തെന്ന് വിചാരിക്കുക. ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോ ഒരു 16 എന്ന് പറഞ്ഞ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ 16ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? എന്താണ് 16ന്റെ സ്ക്വയർ റൂട്ട്? പറയൂ. 16ന്റെ റൂട്ട് ഏതാണ്? സിക്സ്റ്റീന്റെ റൂട്ട് അറിയില്ല ആർക്കും? യെസ്, 4 ആണ്. അതുപോലെ നമുക്ക് ഡയറക്റ്റ് ഏതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. ആരെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അരുൺ,
ഓക്കെ. ടി.പി. ദേവപ്രയാഗ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. മാക്സിമം നേരത്തെ ജോയിൻ ചെയ്യണോന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദേവപ്രയാഗിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് ഓപ്ഷൻസ് കാണിക്കില്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ മാത്ത് മൊഡ്യൂളിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് നമ്പറിന്റെ ആണെങ്കിലും സ്ക്വയർ റൂട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ അതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഈ എയിലേക്ക് 16 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുത്തു. ഇനി ഞാൻ ഈ 16ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോവാ യൂസിങ് SQRT മെത്തേഡ്. സോ ഞാൻ അതിന് വേണ്ടി ഒരു വേരിയബിൾ എടുത്തു, ആർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ കൊടുക്കുവാണ് ആർ ഈക്വൽ ടു മെത്തേഡിന്റെ പേര് കൊടുക്കുക. സോറി, മെത്തേഡിന്റെ പേരല്ല, മൊഡ്യൂളിന്റെ പേര് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ മാത്ത് ആണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര്. സോ മാത്ത് ഡോട്ട് ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. ഫംഗ്ഷന്റെ പേര് SQRT ആണ്. സോ SQRT കൊടുക്കുക. ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിന്റെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ കൊടുക്കുക. എ എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എ കൊടുത്തു. ദെൻ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ഓഫ് സോറി എ. എ ആണ് 16, ആറിലാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എയുടെ സ്ക്വയർ റൂട്ട് കിട്ടുന്നത് 4 ആണ്. എയുടെ സ്ക്വയർ റൂട്ട്. സോ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് മാത്തിന്റെ അവിടെ ഒരു എറർ കാണിക്കും. അതെന്താ ഈ എറർ എന്ന് പറയുന്നത്? ഈ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് SQRT ഫംഗ്ഷൻ ഇരിക്കുന്നത്. സോ ഈ SQRT ഫംഗ്ഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാത്ത് മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് മാത്ത് മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് മാത്ത് എന്ന് കൊടുത്താൽ മതി. ഈ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ SQRT ഫംഗ്ഷൻസ് ഒക്കെ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇമ്പോർട്ട് എന്നുള്ള മൊഡ്യൂൾ കൊടുത്തിരിക്കണം. ഇത് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. നമുക്കപ്പോൾ 4 റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എത്ര നമ്പറിന്റെ സ്ക്വയർ റൂട്ട് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു 3 നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അതിലൊരെണ്ണം യൂസർ ഇൻപുട്ട് യൂസ് ചെയ്തും കൂടി കണ്ടുപിടിക്കുക. SQRT മെത്തേഡ് ക്ലിയർ ആയോ? ദേവപ്രയാഗ് ജോയിൻ ചെയ്യാൻ ലൈക്ക് അതുകൊണ്ടല്ലേ ഇഷ്യൂ വന്നത്.
ഓക്കെ ഓക്കെ. ഇപ്പൊ ലാപ്പിന്റെ പ്രശ്നം റെഡി ആയില്ലേ? സെമിനാർ എടുക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തായാലും ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ സെമിനാർ എടുക്കാം. ഓക്കെ. ഇപ്പോൾ പൈത്തൺ ലൈബ്രറീസിലെ ഒരു ഇതാണ് മാത്ത്. ആ മാത്ത് മൊഡ്യൂളിൽ നിന്ന് എടുത്ത ഒരു ഫംഗ്ഷൻ ആണ് SQRT ഫംഗ്ഷൻ. ഇപ്പൊ ഏത് നമ്പറിന്റെയും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? നെക്സ്റ്റ് ഫംഗ്ഷൻ പറയട്ടെ. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ആണ്. എന്താണ് ഫാക്ടോറിയൽ? നമ്മള് നിങ്ങൾ ഇക്വേഷൻ കൊടുത്ത് ഫാക്ടോറിയൽ ചെയ്തതാണ് കുറെ പ്രാവശ്യം. എന്താണ് ഒരു ഫാക്ടോറിയൽ? പറയൂ. ഇതൊരു നമ്പറിന്റെയും ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ടൂവിന്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 2 × 1 ആണ്. ഇപ്പൊ 6ന്റെ ഫാക്ടോറിയൽ എന്താണ്? യെസ്, അതാണ് 6ന്റെ ഫാക്ടോറിയൽ. 5 ആണെങ്കിൽ 120 ആണ്. 5 × 4 × 3 × 2 × 1. അങ്ങനെ ഏത് നമ്പർ ആണോ ആ നമ്പർ ഇൻറ്റു 1 വരെ ഇൻറ്റു ചെയ്യുന്നതിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. നിങ്ങളത് കുറെ പ്രാവശ്യം ചെയ്തായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ അല്ലാതെ ഈ മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ മാത്ത് മൊഡ്യൂളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് മാത്ത് മാത്രം കൊടുത്താൽ മതി. അത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഏതൊരു നമ്പറിന്റെ വേണമെങ്കിലും ഫാക്ടോറിയൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച പോലെ തന്നെ ഏതൊരു നമ്പറിന്റെയും ഫാക്ടോറിയൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോ 6ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പോവാണ്. റൺ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 6ന്റെ ഫാക്ടോറിയൽ കിട്ടുന്നതായിരിക്കും. സിക്സിന്റെ ഫാക്ടോറിയൽ 720 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? എത്ര നമ്പറിന്റെ വേണമെങ്കിലും ഫാക്ടോറിയൽ ഇതുപോലെ നമുക്ക് ഒറ്റയടിക്ക് ഇമ്പോർട്ട് മാത്ത് യൂസ് ചെയ്ത് ഫാക്ടോറിയൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ചെയ്ത് നോക്കുക. 2 നമ്പറും ഒരു യൂസർ ഇൻപുട്ടും യൂസ് ചെയ്ത് ചെയ്യുക. നിങ്ങൾ ചെയ്യും.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് ആണ് നമ്മള് പൈ ആണ് പഠിക്കുന്നത്. പൈ എന്ന് പറയുമ്പോൾ ഒരു ഡിഫോൾട്ട് വാല്യൂ ആണ് 3.14. സാധാരണ നമ്മള് ഒരു ഏരിയ കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ പൈയുടെ ആവശ്യമുള്ള എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് 3.14 കൊടുക്കും. അങ്ങനെ കൊടുക്കാതെ പകരം ഡയറക്റ്റ് പൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് മാത്ത് മൊഡ്യൂളിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് പൈ ഫംഗ്ഷൻ. ഈ പൈയിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്താണ്? അതിന്റെ ഡിഫോൾട്ട് വാല്യൂ ആയ 3.14 ആണ്. ഇത് തന്നെയാണ് ഇതിനകത്തുനിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു മാത്ത് ഡോട്ട് പൈ എന്ന് കൊടുക്കും. അതായത് എയിലേക്ക് മാത്ത് ഡോട്ട് പൈ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ഓഫ് എ കൊടുത്താൽ മതി. പ്രിന്റ് ഓഫ് എ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പൈയുടെ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ 3.14 ആണ്. നമുക്കപ്പോൾ 3.14 സംതിങ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയതുകൊണ്ട് ഒരു ലാർജ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. മാത്ത് മെത്തേഡ് കണ്ടോ? ഇതാണ് പൈയുടെ വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈ യൂസ് ചെയ്ത് നമുക്ക് സർക്കിളിന്റെ ഏരിയ പോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സർക്കിളിന്റെ ഏരിയ ഈ പൈ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത് നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് ആറ് വേണം. ആറ് ഞാനിവിടെ 6 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ പൈ ആർ സ്ക്വയർ യൂസ് ചെയ്ത് ഞാൻ കൊടുക്കുവാണ്. പൈ കൊടുക്കണേ നമ്മൾ എന്ത് ചെയ്യണം? മാത്ത് കൊടുക്കണം. മാത്ത് ഡോട്ട് പൈ കൊടുക്കണം. പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ സ്റ്റാർ ആർ ഡബിൾ സ്റ്റാർ 2 കൊടുക്കുക. അപ്പോൾ പൈ ആർ സ്ക്വയർ ആവും. പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ് ഏരിയ കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ ഏരിയ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പൈ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ പോലെ തന്നെ നമുക്ക് പെരിമീറ്ററും കണ്ടുപിടിക്കാം. 6 റേഡിയസ് വന്നിട്ടുള്ള ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 113 പോയിന്റ് സംതിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിമീറ്റർ കൂടി കണ്ടുപിടിച്ച് നോക്കാം. പെരിമീറ്റർ ഞാനിപ്പോ ആർ ഈക്വൽ ടു 2 കൊടുക്കുന്ന വിചാരിക്കുക. റേഡിയസ് 2 വരുന്ന ഒരു സർക്കിളിന് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 πr ആണ്. അതായത് 2 ഇൻറ്റു പൈ വരുമ്പോൾ എന്ത് ചെയ്യണം? മാത്ത് ഡോട്ട് പൈ വിളിക്കുക. മാത്ത് ഡോട്ട് പൈ 2 πr സ്ക്വയർ. സോറി 2 πr ആണ്. അതായത് 2 ഇൻറ്റു 5 ഇൻറ്റു ആർ ആണ്. അപ്പൊ അതെന്താണ്? സർക്കിളിന്റെ പെരിമീറ്റർ ആണ്. സോ പ്രിന്റ് പി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടും. അപ്പോൾ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ചു, പെരിമീറ്റർ കണ്ടുപിടിച്ചു യൂസിങ് മാത്ത് മൊഡ്യൂളിലെ പൈ ഫംഗ്ഷൻ വെച്ചിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ചെയ്ത് നോക്കുക. നിങ്ങൾ സ്ട്രിംഗ് ഫോർമാറ്റിംഗ് പഠിച്ചായിരുന്നോ? എഫ് സ്ട്രിംഗ് പഠിച്ചായിരുന്നോ ഷഹന? ഓക്കെ ഓക്കെ.
ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ABS മെത്തേഡ് ആണ് കേട്ടോ. ABS മെത്തേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല പൊതുവെ. എങ്കിലും അത് നെഗറ്റീവ് നമ്പർ ഒഴിവാക്കി അത് പോസിറ്റീവ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ABS മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏതൊരു നെഗറ്റീവ് നമ്പർ കൊടുത്താലും ആ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ ആക്കി റിട്ടേൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ABS മെത്തേഡ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് നമ്പർ കൊടുത്തെങ്കിൽ എന്നിട്ട് അവിടെ ABS മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് ആക്കി മാറ്റും. ദെൻ നെക്സ്റ്റ് പവർ മെത്തേഡ്, POW. പവർ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചതുപോലെ തന്നെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊരു നമ്പറിന്റെ ആണെങ്കിലും സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പവർ മെത്തേഡ്. ഓക്കെ, ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ ABS മെത്തേഡ് ചെയ്യുവാണ്. എ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ -9 കൊടുത്തു, ബി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ 8 കൊടുത്തു. ഓക്കെ, അപ്പൊ 3 വേരിയബിൾസിലായിട്ട് 3 നമ്പേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമില്ല, ഇങ്ങനെ കൊടുക്കാൻ തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ ഞാൻ എന്ത് ചെയ്യുവാണ്, നെക്സ്റ്റ് ABS മെത്തേഡ് ഡിഫൈൻ ചെയ്യുവാണ്. ഡയറക്റ്റ് നമ്മൾ പ്രിന്റിൽ തന്നെ കൊടുക്കാം. പ്രിന്റ് ഓഫ് ABS ഓഫ് ഏതാണോ വേണ്ടത് അത് കൊടുക്കുക. എ ആണെങ്കിൽ എ വേരിയബിൾ നെയിം കൊടുത്താൽ മതി. ABS ഓഫ് ബി കൊടുക്കുക. പ്രിന്റ് ABS ഓഫ് സി കൊടുക്കുക. ഓരോ നമ്പർ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ആ നമ്പറിന്റെ പോസിറ്റീവ് പോസിറ്റീവ് നമ്പറിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, കണ്ടോ? ഇപ്പൊ നമ്മൾ പോസിറ്റീവ് കൊടുത്താൽ നമുക്ക് അത് തന്നെ കിട്ടും, നെഗറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനാണ് ABS മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പവർ മെത്തേഡ് ആണ്. പവർ മെത്തേഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് കാര്യങ്ങൾ പാസ് ചെയ്യണം. A, B എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പാസ് ചെയ്യണം. എന്ന് വെച്ചാൽ ആദ്യം കൊടുക്കുന്ന നമ്പർ ബേസും രണ്ടാമത് കൊടുക്കുന്ന നമ്പർ എക്സ്പോണന്റും ആവും. അതായത് A²B ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന A⁻B ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 5,3 കൊടുക്കുന്നെങ്കിൽ 5⁻3 പോകും. ആദ്യം കൊടുക്കുന്ന നമ്പർ ബേസും രണ്ടാമത് കൊടുക്കുന്ന നമ്പർ റേസ് ടു ആയിട്ടായിരിക്കും പോകുന്നത്. അതാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാൻ n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു. ഇതിലേക്ക് ഡയറക്റ്റ് പവർ ഓഫ് 4,2 കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടുത്തെ കേസിൽ 4 ബേസും 2 എക്സ്പോണന്റും ആണ്. അതായത് 4⁻2, 4ന്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. റൂട്ട് ഓഫ് n കൊടുത്തു കഴിയുമ്പോൾ 4ന്റെ സ്ക്വയർ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. 4 സ്ക്വയർ 16 ആണ്. സോ 16 കിട്ടും. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ POW എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 16 കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര മെത്തേഡ് എത്ര നമ്പേഴ്സിനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം കൊടുക്കുന്ന നമ്പർ ബേസ് ആണെന്ന് വിചാരിക്കുക, രണ്ടാമത് കൊടുക്കുന്നത് റേസ് ടു ആക്കുക. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? 4 ക്യൂബ് നോക്കാം, അതുപോലെ 9,2 എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ. അപ്പൊ ഇങ്ങനെയല്ല, നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ തന്നെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്ക് ഞാൻ 8 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു, ബിക്ക് ഞാൻ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. ഇവിടുത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പി ഈക്വൽ ടു പവർ ഓഫ് A, B കൊടുത്തു. A, B കൊടുക്കുകയാണെങ്കിൽ A⁻B, അതായത് 8⁻3 ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. പ്രിന്റ് P കൊടുക്കുകയാണെങ്കിൽ A⁻B, അതായത് 8⁻3 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ചു കൊടുത്തു നോക്കാം. P ഈക്വൽ ടു പവർ ഓഫ് B, A എന്ന് പറയുമ്പോൾ ബി എന്ത് വരും, ബേസ് വരും. അതായത് 3 ബേസ് വരും, 8 പോകും. അപ്പൊ 3⁻8 ആയിരിക്കും വരുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് പവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക ABS മെത്തേഡ് ആൻഡ് പവർ മെത്തേഡ്.
മൊഡ്യൂൾ ആണ്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഡേറ്റ് ടൈം, ഡേറ്റ്. അപ്പൊ കറന്റ്ലി ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ ആണ്. അതായത് ഇമ്പോർട്ട് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക, ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക. ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇപ്പോഴത്തെ ടൈമും അതുപോലെ ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡേ ഈക്വൽ ടു ഡേറ്റ് ടൈം കൊടുക്കുക. ഡേറ്റ് ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഡേറ്റ് ആണ് കിട്ടേണ്ടത്, സോ ഡോട്ട് ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ആണ് കിട്ടേണ്ടതുകൊണ്ട് ടുഡേ എന്ന് കൊടുക്കുക. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇന്നത്തത് ഏത് ദിവസമാണെന്ന് ഡേറ്റ് ഉൾപ്പെടെ കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഡേറ്റ് കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം കിട്ടാൻ വേണ്ടി. ടൈം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് ടൈം ഡോട്ട് ഡേറ്റ് ടൈം നൗ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്നത്തെ ടൈം കിട്ടും. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസവും ടൈമും നമ്മുടെ സിസ്റ്റത്തിൽ എന്താണോ അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. റൺ ചെയ്ത് നോക്കുമ്പോൾ ഡേറ്റും ടൈമും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. റൺ ചെയ്യുന്ന ടൈമിൽ ഡേറ്റും ടൈമും കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ ഡേറ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. ലൈബ്രറി ആണ്, ലൈബ്രറി ഫംഗ്ഷനിലെ മൊഡ്യൂൾ ആണ്. ചെയ്ത് നോക്കുക.
ഓക്കെ, ഡേറ്റ് ടൈം ചെയ്ത് കഴിഞ്ഞവരെ നെക്സ്റ്റ് ഒരു ലൈബ്രറി മൊഡ്യൂൾ കൂടി നോക്കുക, റാൻഡം. റാൻഡം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, റാൻഡം ആയിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നതാണ്. ഇപ്പൊ ഞാൻ റാൻഡ് ഇന്റ് കൊടുത്തിട്ടുണ്ട്. റാൻഡ് ഇന്റ് എന്ന് പറഞ്ഞാല് ഇന്റിജേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡ് ഇന്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പ്രിന്റ് റാൻഡം ഡോട്ട് റാൻഡ് ഇന്റ് 1 to 10 കൊടുത്തെന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ മാത്ത് ഫംഗ്ഷനിൽ നിന്ന് എടുത്തല്ലേ SQRT ഫാക്ടോറിയൽ, അതുപോലെ റാൻഡം മോഡുകളിൽ നിന്ന് എടുത്ത ഒരു ഫംഗ്ഷൻ ആണ് റാൻഡ് ഇന്റ്. അതുപോലെ ചോയ്സും റാൻഡം ഫംഗ്ഷനിൽ നിന്ന് എടുത്തതാണ്, സോറി റാൻഡം മോഡുകളിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ റാൻഡ് ഇന്റ് യൂസ് ചെയ്യുന്നത് ഇന്റിജേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു റാൻഡ് ഇന്റ് 1 to 10. 1, 10 എന്ന് പറയുവാണെങ്കിൽ റാൻഡം ആയിട്ട് 1 to 10 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ റാൻഡം ചോയ്സ്, ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ലിസ്റ്റ് ആയിക്കോട്ടെ, ടപ്പിൾ ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് വരിക, അതാണ്. അതായത് റാൻഡം ചോയ്സ് കൊടുത്ത് ഞാൻ നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ പേര് കൊടുത്തപ്പോൾ റാൻഡം ആയിട്ട് ഒരാളെ എനിക്ക് TP ദേവപ്രയാഗ്. കണ്ടോ, ഇതുപോലെ ഒരു പ്രൊജക്ട് ഒക്കെ പ്രസന്റ് ചെയ്യേണ്ട സമയത്ത് റാൻഡം ആയിട്ട് ഒരാളെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, റാൻഡം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം വരുന്ന ആൾക്ക് ഇന്ന പ്രൊജക്ട്, രണ്ടാമത് വരുന്ന ആൾക്ക് ഇന്ന പ്രൊജക്ട്, ഇങ്ങനെയാണ് ഓരോ പ്രൊജക്ട് നിങ്ങൾക്ക് അലൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം റൺ ചെയ്തപ്പോൾ എനിക്ക് TP ദേവപ്രയാഗ് കിട്ടി. പിന്നെ നെക്സ്റ്റ് വട്ടം റൺ ചെയ്യുമ്പോൾ അടുത്തതായിരിക്കും കിട്ടുന്നത് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പറും അതുപോലെ ഏതെങ്കിലും ഒരു സ്ട്രിംഗും ആയിട്ട് കിട്ടുന്നത്. വീണ്ടും ദേവപ്രയാഗ് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എനിക്ക് ഹസ്ന കിട്ടി. കണ്ടോ, റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങും ഏതെങ്കിലും ഒരു നമ്പറും ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, റാൻഡം കൂടി ചെയ്ത് നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റാൻഡം കൂടി ചെയ്ത് നോക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ, കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരുന്നത്. എപ്പോഴത്തേക്കും തരുന്ന ടാസ്ക് പോലെയല്ല, ഇത് ടാസ്ക് കുറച്ച് ഹാർഡാണ്, എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പഠിപ്പിക്കാത്ത ഒറ്റ കാര്യം പോലും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ആഡ് ചെയ്യാൻ പറ്റുന്നവർ ആഡ് ചെയ്തോളൂ, എങ്കിലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ടാസ്ക്
ചെയ്യുക. നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ റെഫർ ചെയ്യാം. പക്ഷെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. തന്നെ ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ. ഞാൻ തരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ റാൻഡംലി കുറച്ച് റാൻഡം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു റോക്ക് ആൻഡ് പേപ്പർ സിസ എന്ന് പറയുന്ന ഒരു ഗെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. റൺ ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു റോക്ക് പേപ്പർ സിസർ ഓപ്പൺ ചെയ്യുക. അതുപോലെ യൂസറിനും കൊടുക്കാൻ പറ്റണം, അതുപോലെ മെഷീനും കൊടുക്കാൻ പറ്റണം. ഓക്കെ. അങ്ങനെ ഒരു റാൻഡം ആയിട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്. ഓക്കെ. റാൻഡം ആയിട്ട് ഒരു റോക്കോ പേപ്പർ സിസറോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുക, ചോയ്സ് പ്രിന്റ് ചെയ്യുക റാൻഡം യൂസ് ചെയ്ത്. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ടാസ്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്കിലും മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെ നിങ്ങൾ ചെയ്തെന്ന് ചോദിക്കും. സോ തന്നെ ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ചോദിച്ചോളൂ. ജസ്റ്റ് കമ്പ്യൂട്ടർ ഈക്വൽ ടു റാൻഡം ചോയ്സ് കൊടുത്താൽ മതി. റാൻഡം ഡോട്ട് ചോയ്സ് കൊടുക്കുക. ചോയ്സ് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കൊടുത്താൽ മതി. മനസ്സിലായോ? കമ്പ്യൂട്ടറിൻ്റെത് ചോയ്സ് ആയിരിക്കണം, നമ്മുടേത് ഇൻപുട്ട് ആയിരിക്കണം. മനസ്സിലായോ? ആ ഒരു രീതിയിൽ ചെയ്യുക. ഡെവലപ്പ് ചെയ്യുന്നത് ചെറിയൊരു ഗെയിം മാത്രം. ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ഇത് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. മാക്സിമം തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. താങ്ക് യു.